എല്ലായിടത്തും എല്ലാം വേണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഫ്രിഡ്ജ് വെക്കുമ്പോൾ ആ ഫ്രിഡ്ജിനൊരു ഔട്ടർ കവറേജ് കൊടുക്കലുണ്ട്. എന്തായാലും അതിന് ഒരു എക്സ്പെൻസ് ഉണ്ട്. ബോർഡ് നല്ലൊരു ബോർഡ് വേണം, കുറേ ഏരിയ കവർ ചെയ്യുന്ന നമ്പർ ഓഫ് അതിനുള്ളിലോട്ടാണ് കയറ്റി വെക്കുന്നത്. ശരി, നമുക്കത് വേണ്ടെന്ന് വയ്ക്കാൻ വേണമെങ്കിൽ ഏരിയ അത് കുറവാക്കി അതങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 3-4 സ്ക്വയർ ഫീറ്റ് 10 സ്ക്വയർ ഫീറ്റിന് മുകളിൽ അത് കുറഞ്ഞു കിട്ടും. 2000 രൂപ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നെങ്കിൽ 10 സ്ക്വയർ ഫീറ്റ് മാറി 20,000 രൂപ മാറിയില്ലേ? ഇതൊരു കാൽക്കുലേഷനാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്, കാൽക്കുലേഷനാണ്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാൽക്കുലേഷനാണ്. നമ്മൾ വിചാരിക്കുന്നത് അതിനെ ആ പ്രൊഡക്റ്റ് എടുത്ത് വെച്ച് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയല്ല. അതിനെ വീണ്ടും നിങ്ങൾ ആ ഇൻറ്റീരിയർ ഫേമുമായിട്ടിരിക്കുമ്പോൾ അവരതിനകത്തൊരു കാൽക്കുലേഷൻ വർക്കൗട്ട് ചെയ്യും. അവിടെ നിന്നാണ് വീണ്ടും ഏരിയ വൈസിൽ ഇതിന് കുറവ് സംഭവിക്കുന്നത്. അതെ, തീർച്ചയായും. കാരണം അവർക്കറിയാം ഒരു ബോർഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഏരിയയിലേക്ക് അത് കവർ ചെയ്യും. അപ്പോൾ അത് ആ ഡിസ്കഷനിലൂടെ അത് തീർച്ചയായിട്ടും അവർക്കും കറക്റ്റ് നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണം. അവർക്ക് അതെങ്ങനെ ഏറ്റവും മാനേജബിളായിട്ട് ഹാൻഡിൽ ചെയ്യാം. തീർച്ചയായും അതാണ് അതൊരു കാരണം. എത്ര ബോർഡ് വേസ്റ്റ് ആവാതെ, ബോർഡ് വേസ്റ്റ് ആവരുത്. അപ്പോൾ ആരുടെ ആയാലും പൈസ തന്നെയാണ്. ഒരു വേസ്റ്റേജും ഇല്ലാതെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് റിക്വയർമെൻറ്റ്. അപ്പോൾ ആ റിക്വയർമെൻറ്റിൽ നമ്മുടെ റിക്വയർമെൻറ്റൂടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പിടിച്ചു നിർത്താൻ പറ്റും.